യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം നൽകുന്നു. വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം അനുവദിച്ചു തന്ന ഈ വിലപ്പെട്ട സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിവിടെ സംസാരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് അതിൻ്റെ മുഖവുരയും അതിനുശേഷമായി 7 സഭകളെക്കുറിച്ചുള്ളതായ ദൂതുകളും ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മുടെ സഭയുടെ ആത്മീയ അവസ്ഥയും ഇത് താരതമ്യം ചെയ്ത് ഒരു പഠനം നടത്തുവാനായിട്ടാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിപ്പാൻ നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൻ്റെ ആരംഭ ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു: യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്. പുതിയ നിയമത്തിലെ പ്രവചന ഗ്രന്ഥമെന്ന് അറിയപ്പെടുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പശ്ചാത്തലം ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ആയിരിക്കുന്ന സന്ദർഭത്തിൽ ദൈവം തനിക്ക് നൽകിയ വെളിപ്പാട് അത് ഒരു പുസ്തകത്തിൽ എഴുതി 7 സഭകൾക്ക് ദൂത് നൽകുവാനായിട്ട് ദൈവം യോഹന്നാനോട് കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റ് പുസ്തകങ്ങളെക്കാൾ ഉപരി വെളിപ്പാട് പുസ്തകത്തിന് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുസ്തകത്തിൻ്റെ ഹെഡിങ്ങിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് യേശുക്രിസ്തുവിൻ്റെ ഒരു വെളിപ്പാട്. ഈ വെളിപ്പാട് പുസ്തകത്തിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത് അപ്പോക്കാലിപ്സ് എന്നാണ്. അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം മറ നീക്കുക, മറഞ്ഞിരിക്കുന്നത് വെളിപ്പെടുത്തുക, അനാച്ഛാദനം ചെയ്യുക എന്നീ പദങ്ങളാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു സ്റ്റാച്യു ഉണ്ടാക്കിയതിന് ശേഷം അതിനെ കവർ ചെയ്ത് ഏതാനും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഒഫീഷ്യലായിട്ട് ആ കവർ ചെയ്തിരിക്കുന്നത് മാറ്റിയതിന് ശേഷം പൊതുജന ദർശനത്തിന് വേണ്ടി നൽകുന്നതാണ് അനാച്ഛാദനം ചെയ്യുക എന്ന് പറയുന്നത്. ഇതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം ചില പ്രത്യേക ആലോചനകൾ നൽകുകയും അത് പിൽക്കാലത്ത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ആലോചനയാൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ആ കാര്യം ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. ഈ വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ ഇത് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്തിൻ്റെ അവസാന പീരീഡിൽ AD 94-നും 96-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ എഴുതി എന്നാണ് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. മാത്രമല്ല, അപ്പോസ്തലനായ യോഹന്നാനാണ് ഇതിൻ്റെ എഴുത്തുകാരൻ. യോഹന്നാൻ
സുവിശേഷം എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ്റെ 3 ലേഖനങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ മറ്റൊരു എഴുത്താണ് വെളിപ്പാട് പുസ്തകം. യോഹന്നാൻ യേശുക്രിസ്തുവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു. യേശുവിൻ്റെ മാർവോട് ചേർന്ന് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ. അങ്ങനെ ദൈവത്തിൻ്റെ വെളിപ്പാട് ലഭിച്ച് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഈ പുസ്തകം എഴുതുവാൻ ദൈവം തൻ്റെ ദാസനെ ശക്തീകരിക്കുവാനിടയായി തീർന്നു. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് പ്രധാനമായും ഇതിനകത്ത് പ്രാവചനിക വിഷയങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും എന്ന് നാം ഇവിടെ വായിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ സർവശക്തനായ കർത്താവാണ്. ഇനി ആ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ആ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാൻ അൽഫയും ഒമേഗയുമാണ്. 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു: അവൻ മനുഷ്യപുത്രനാണ്. 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു: അവൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്നു. 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ യഹൂദാ ഗോത്രത്തിലെ ഒരു സിംഹമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന് പറയുവാൻ കാരണമായത്. ഇനിയും ഈ വെളിപ്പാട് പുസ്തകത്തിൽ അതിനകത്തെ വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചിട്ടുണ്ട്. മനുഷ്യ ചരിത്രത്തിൻ്റെ അവസാനം, എതിർ ക്രിസ്തുവിൻ്റെ അന്ത്യം, 1000 ആണ്ട് വാഴ്ച, അതുപോലെ തന്നെ നീതിമാന്മാരുടെയും ദുഷ്ടന്മാരുടെയും നിത്യത. മാത്രമല്ല നാം ദൈവവചനത്തിൽ വായിക്കുന്നു മരണത്തിൻ്റെ അന്ത്യം, അതുപോലെ തന്നെ സാത്താൻ്റെ അന്ത്യം എന്നിവ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഇനി ഞാൻ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ വിഭജനങ്ങളിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എന്ന് ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നീ കണ്ടത്, ഇപ്പോഴുള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത്, അങ്ങനെ 3 ഭാഗമായിട്ട് വെളിപ്പാട് പുസ്തകത്തെ തിരിച്ചിട്ടുണ്ട്. അതിൽ 1-ാമത്തെ ഭാഗമെന്ന് പറയുന്നത് നീ കണ്ടത്. എന്താണ് നീ കണ്ടത്? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ നമ്മൾ അതിൻ്റെ 20-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ തേജസ്കരിക്കപ്പെട്ട ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ യോഹന്നാൻ ദർശിച്ചതാണ് നീ കണ്ടത്. 2-ാമത്തെ ഭാഗത്ത് നാം വായിക്കുന്നു ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ
ഈ കാലഘട്ടത്തിലുള്ള രണ്ടാമത്തെ അനുഭവം അത് 7 സഭകളെക്കുറിച്ചുള്ളതായ ദൂതാണ് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായവും 3-ാമത്തെ അധ്യായവും നമ്മൾ വായിക്കുമ്പോൾ 7 സഭകളെക്കുറിച്ചുള്ളതായ ദൂത് ആ വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ എഫെസോസ് സഭയെക്കുറിച്ചുള്ളതായ ദൂത് കാണാൻ കഴിയും. 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ സ്മുർണ സഭയുടെ ദൂത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ പെർഗമോ സഭയെക്കുറിച്ചുള്ളതായ ദൂത് ആ ഭാഗത്ത് കാണാൻ കഴിയും. ഇനിയും 2-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തുയഥൈര സഭയെക്കുറിച്ചുള്ളതായ ദൂത് ആ ഭാഗത്ത് നമുക്ക് ദർശിക്കുവാൻ കഴിയും. ഇനിയും 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സർദീസ് സഭയുടെ ദൂത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയും 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഫിലദൽഫിയ സഭയെക്കുറിച്ചുള്ളതായ ദൂത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് അവസാനത്തെ സഭയായിരിക്കുന്ന ലവോദിക്ക സഭയെക്കുറിച്ചുള്ള ഒരു ദൂത് ആ ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് നീ കണ്ടത്. ഇനി 3-ാമത്തെ ഡിവിഷൻ, വിഭജനം എന്ന് പറയുന്നത് മേലാൽ സംഭവിപ്പാനുള്ളത്. അത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 22-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ഇനി മേലാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം ദൈവം തൻ്റെ ദാസന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നതാണ് ആ ഭാഗങ്ങൾ. എന്തെല്ലാമാണ്? അതായത് 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു വലിയ ആരാധന നടക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 18-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ ഒരു വലിയ പീഡനം, മഹാപീഡനം അല്ലെങ്കിൽ ട്രിബുലേഷൻ. ഇനി 19-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 21-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ഒരു രാജാവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് അവിടെ വായിക്കുന്നു. 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് തൻ്റെ വിശുദ്ധന്മാരുമായി വാഴുന്ന 1000 ആണ്ട് അല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 20-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ ഇനിയും സംഭവിക്കാൻ പോകുന്നതിൽ ഒരു വെള്ള സിംഹാസനം ദൈവം സ്ഥാപിക്കുന്നുണ്ട്. അത് ഒരു അന്തിമ ന്യായവിധിയെ കാണിക്കുന്നതാണെന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി 21 മുതൽ 21-ന്റെ 1 മുതൽ 22-ന്റെ 21 വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യത. ഇതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു.
നമ്മുടെ ബൈബിളിലെ ആദ്യത്തെ പുസ്തകമാണല്ലോ ഉൽപ്പത്തി പുസ്തകം. എന്നാൽ ആ പുസ്തകത്തിനകത്ത് സകലത്തിൻ്റെയും ഉൽപ്പത്തി അല്ലെങ്കിൽ ആരംഭം കുറിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ അഖിലാണ്ടത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വായിക്കുന്നു. മനുഷ്യ വർഗത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വായിക്കുന്നു. പാപത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വായിക്കുന്നു. മരണത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വായിക്കുന്നു. ശാപത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വായിക്കുന്നു. യാഗത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അവിടെ വായിക്കുന്നു. പാപനിമിത്തം രോഗം, ദുഃഖം, മരണം എന്നിവയുടെ ഉൽപ്പത്തി ആ ആദ്യത്തെ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പേരുണ്ട്. അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് സമാപ്തിയുടെ ഗ്രന്ഥം. എന്ന് പറഞ്ഞാൽ സകലത്തിൻ്റെയും സമാപ്തി ആ അവസാനത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഇനിയും സമാപ്തിയുടെ പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? അതായത് ആദ്യത്തെ പുസ്തകത്തിൽ അഖിലാണ്ടത്തിൻ്റെ ഉൽപ്പത്തി കണ്ടെങ്കിൽ അവസാനത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ആദ്യത്തെ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ നിമിത്തം പാപം മനുഷ്യനിൽ പ്രവേശിച്ചു. അത് മുഖാന്തരമായി മരണം, രോഗം, ദുഃഖം, കണ്ണുനീർ എന്നിവയെല്ലാം ഉടലെടുക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു: ഇനി യാതൊരു പാപവുമില്ല, ഇനി യാതൊരു ശാപവുമില്ല, ഇനി മുറവിളിയില്ല, കണ്ണുനീരില്ല. ദൈവം താൻ നമ്മുടെ കണ്ണിൽ നിന്ന് നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന ഒരു ശ്രേഷ്ഠമേറിയ അനുഭവം നമ്മൾ പ്രാപിക്കാൻ പോകുകയാണ്. ഇന്നത്തെ ഈ ലോകത്തിൽ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ ഇതെല്ലാം ഉള്ളപ്പോൾ അവസാനത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം ഇതിൻ്റെ എല്ലാം സമാപ്തി വരുത്തുന്ന ഒരു പുസ്തകമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് ഒരു സമാപ്തിയുടെ പുസ്തകമാണ്. ഇനിയും ദൈവജനത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്ന ശാപമില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരു മനോഹരമായ നിത്യ രാജ്യം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നു. ആ രാജ്യത്തിൽ പോകുവാൻ ഞാൻ നിങ്ങളും ഈ ദിവസങ്ങളിൽ ഒരുങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചത് അവിടെ തേജസ്കരിക്കപ്പെട്ട ദൈവപുത്രൻ്റെ വെളിപ്പാടാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, യേശുവിൻ്റെ സാക്ഷ്യം വഹിച്ച് യേശുവിനാൽ സ്നേഹിക്കപ്പെട്ട് സുവിശേഷം പ്രസംഗിച്ച ഈ ദൈവദാസൻ യോഹന്നാൻ എന്തുകൊണ്ട് യേശുവിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം അവൻ പത്മോസിലേക്ക് നാട് കടത്തപ്പെടുവാനിടയായി? ഞാൻ വിശ്വസിക്കുന്നു യോഹന്നാനെ പത്മോസിലേക്ക് നാട് കടത്തിയത് ഒരു ദൈവത്തിൻ്റെ ഹിതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം താൻ അവിടെ ഏകാന്തതയിലായിരുന്നപ്പോൾ, യാതൊരു വിധമായ കൂട്ടായ്മയുടെ ബന്ധവും ഇല്ലാതിരുന്നപ്പോൾ, അവിടെ ഇതാ യോഹന്നാൻ കർത്താവുമായുള്ള ബന്ധത്തിലായിരുന്നു. ആ സന്ദർഭത്തിൽ അവൻ്റെ ഏകാന്തതയുടെ നടുവിൽ, പ്രയാസത്തിൻ്റെ വേളയിൽ, കൂട്ടായ്മ ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ സർവശക്തനായ ദൈവം, ആദ്യനും അന്ത്യനും ആയവൻ,
വാക്ക് പറഞ്ഞിട്ട് മാറാത്തവൻ. ആ കഷ്ടതയുടെ നടുവിൽ യോഹന്നാൻ വെളിപ്പെട്ട് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം ദൈവദാസന് വെളിപ്പെടുത്തി കൊടുത്തു. യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ, നീ കണ്ടത് എഴുതാൻ പറഞ്ഞു. ദൈവമക്കളുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു ദൈവോദ്ദേശമാണെന്ന് നാം മനസ്സിലാക്കണം. ഞാൻ 1-2 ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ തന്നെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. യാക്കോബ് മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ അടുത്തു നിന്ന് അനുഗ്രഹം പ്രാപിച്ച് പാദ്ദൻആരാമിലേക്ക് പോകുമ്പോൾ അവൻ്റെ യാത്രയിൽ, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം, അവന് ഹാരാനിൽ വന്നപ്പോൾ അവിടെ നേരം ഇരുട്ടി, അവന് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത നിലയിലായി. അവിടെ അവനൊരു കല്ല് തലേണിയായി വെച്ച് അവിടെ കിടന്ന് ഉറങ്ങി. എന്നാൽ അവന് ആ ഉറക്കത്തിൽ അവന് കാണാൻ കഴിഞ്ഞ കാര്യം സ്വർഗം തുറന്നിരിക്കുന്നതും ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം എത്തിയിരിക്കുന്ന ഒരു ഗോവേണിയും അതിൽ കൂടെ ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുക മാത്രമല്ല, തന്നോട് സംസാരിച്ചു, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമാണെന്ന് നീ പോകുന്ന നീ കാൽവെക്കുന്ന സ്ഥലം ഞാൻ നിനക്ക് അവകാശമായി തരുമെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചു. ആ ഇരുളേറിയ സന്ദർഭത്തിൽ ആരും സഹായമില്ലാതിരുന്നപ്പോൾ ആ സർവശക്തനായ ദൈവത്തിൻ്റെ ദർശനം യാക്കോബിന് ലഭിക്കുവാനിടയായി തീർന്നു. ദൈവദാസനായിരിക്കുന്ന മോശ, അവൻ മിദ്യാനിൽ അമ്മായിയപ്പൻ്റെ ആടിനെ മേയിച്ച് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ ചെന്നപ്പോൾ തനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം, മുൾപ്പടപ്പ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. താനത് കാണുവാനായിട്ട് ചെല്ലുമ്പോൾ യഹോവ തന്നോട് അരുളി ചെയ്തു, മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക. മോശ ഇപ്പോൾ മറ്റൊരു സ്ഥലത്താണെങ്കിലും തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളൊന്നും തന്നോടുകൂടെ ഇല്ലെങ്കിലും സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദർശനം തനിക്ക് ലഭിക്കുവാനിടയായി തീർന്നു. ദാനിയേൽ താൻ പ്രവാസിയായിട്ട് ബാബിലോൺ സാമ്രാജ്യത്തിൽ നെബൂഖദ്നേസറിനാൽ പിടിക്കപ്പെട്ട് ബാബിലോൺ സാമ്രാജ്യത്തിലായിരിക്കുമ്പോൾ ദൈവം തനിക്കൊരു വലിയ ദർശനം കൊടുത്തു. സർവശക്തനായ ദൈവം ദിവസങ്ങൾക്ക് പൂർവ്വം ആയവനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, വയോധികനായ ഒരുവൻ ഇരിക്കുന്നത് ദാനിയേൽ കാണുവാനിടയായി. കഷ്ടതയുടെ, പ്രയാസത്തിൻ്റെ, വേദനയുടെ ഒക്കെ വേളകളിൽ ദൈവത്തിൻ്റെ ദാസന്മാരെ ശക്തീകരിപ്പാൻ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോടുകൂടെ ഉണ്ടായിരുന്നത് പോലെ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ യേശുവിൻ്റെ നാമം നിമിത്തം, യേശുവിൻ്റെ വചനം നിമിത്തം, യേശുവിൻ്റെ സാക്ഷ്യ നിമിത്തം അവൻ പത്മോസ് ദ്വീപിലായിരുന്നെങ്കിലും സർവശക്തനായ ദൈവം അവനോട് കൂടെയുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഈ വചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് നിന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല. അവൻ്റെ ശക്തിയേറിയ വചനത്താൽ, അവൻ്റെ ശക്തിയുടെ കരത്താൽ അവൻ നമ്മെ വഹിച്ച് അവൻ്റെ സന്നിധി വിശ്വസ്തരായി നിൽക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും തുടർന്ന് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. സർവകൃപാലുവായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ വലിയ നാമത്തിന് സ്തോത്രം. വചനം കേട്ട പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ നീ ശുദ്ധീകരിച്ച് വരവിനായി ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.